ആ പറയൂ കുട്ടേട്ടാ. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. മേനക ചേച്ചി, പണ്ടൊരിക്കൽ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് എറണാകുളത്ത് നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി ഊട്ടിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് സിനിമയുടെ ഷൂട്ടിംഗ് അങ്ങ് മുടങ്ങിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് പിടിച്ചോണ്ട് വരുന്നത്? ഒരു രക്ഷയില്ല, ആളൊരു ന്യൂറോട്ടിക് ആണ്. അത് പറയാനും വയ്യ സമയത്തേക്ക് സുരേഷ് ഏട്ടൻ പ്രൊഡ്യൂസറാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ വെറും ഒരു കളി തമാശ അതിന്റെ പുറത്ത്, കുഞ്ഞു മനസ്സല്ലേ പുള്ളിക്ക്, ഒരു സീരിയസ്നെസ്സേ ഇല്ല. അങ്ങനെയാണ് ഇനിയും സീരിയസ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് പലരും എന്നോട് പറഞ്ഞത്, സുരേഷ് സീരിയസ് ഇല്ല കല്യാണം കഴിക്കില്ല, സീരിയസ് ഇല്ല കല്യാണം കഴിക്കില്ല. അങ്ങനെയാണ് ഓരോരുത്തരും പറഞ്ഞത്. പ്രിയേട്ടൻ അതിന്റെ അപ്പുറം. പ്രിയേട്ടനാണെങ്കിൽ എല്ലാരും നടി അഭിനയിക്കാൻ വന്നിരിക്കുകയാണെങ്കിൽ ആർക്കാ ഷോട്ട് എടുക്കുന്നത്, എന്താ സീൻ, എന്താ ഡയലോഗ് ഒന്നും പറയില്ല, ഒന്നും പറയില്ല. എപ്പോ പറയുന്നുള്ളത് ക്യാമറ ഓൺ ചെയ്യുമ്പോ പുള്ളിക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ എപ്പോ നമ്മളെ വിളിക്കുവോ, എന്നെ വിളിക്കുവോ. ഇപ്പൊ സുകുമാർ ചേച്ചി പറയും എന്നെ വിളിക്കുവോ, ഞാനായിരിക്കുമോ അടുത്ത ഷോട്ട്, എനിക്കായിരിക്കുമോ, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ പുള്ളി ഇങ്ങനെ എല്ലാം എഴുതിയിട്ട് മേനകയും ശങ്കറും ഇവിടെ ബൈക്കിൽ വരണം, ബൈക്ക് ആ കണ്ടിന്യൂറ്റി ബൈക്കും കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ ബൈക്കിൽ ഹരിയേട്ടനും സുരേഷ് ഏട്ടനും എറണാകുളം കറങ്ങാൻ പോയി. ബൈക്കില്ല സീൻ എടുക്കാൻ പറ്റില്ല, പാക്കപ്പ്. അന്നത്തെ ഷൂട്ടിംഗ് തീർന്നു, ഒന്നും നടന്നില്ല. പോയി മേക്കപ്പ് ഇട്ട് വന്നു, പിന്നെ തിരിച്ചിങ്ങ് പോന്നു. അപ്പൊ അങ്ങനെ പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ശരിയായില്ല, എന്തൊക്കെയോ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഊട്ടി ഷിഫ്റ്റ് ഊട്ടി എന്ന് പറഞ്ഞു. മമ്മൂക്ക അടക്കം, മമ്മൂക്ക, ബാബി, ഞാന്, ലിസി, പ്രിയേട്ടൻ, സുരേഷ് ഏട്ടൻ എല്ലാവരും ഊട്ടിക്ക് പോയി. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ ആദ്യം രണ്ട് കാറായിട്ട് പോയി. അപ്പൊ മമ്മൂക്ക ചോദിച്ചു, ഇച്ചക്ക ചോദിച്ചു എവിടെ ബാക്കിയെല്ലാവരും വന്നോണ്ടിരിക്കുകയാണ്, വൈകുന്നേരം നാളെ ആകുമ്പോഴേക്കും എത്തും, യൂണിറ്റ് ഒക്കെ പുറയിലേ വരുന്നുണ്ട്, ആളുകളൊക്കെ പുറയിലേ വരുന്നുണ്ട്, ദേവെന്നും പപ്പേട്ടൻ പറഞ്ഞ പോലെ വരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആരും വരുന്നില്ല. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി ഷൂട്ടിംഗ് ഇല്ല, ഒന്നുമില്ല. ഷൂട്ടിംഗ് ഇല്ല എന്നുള്ളത് പറയുന്നില്ല, മമ്മൂക്കാക്ക് പോലും അറിയുന്നില്ല. ഇവൻ നീയൊക്കെ കളിക്കാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാടാ നീ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഇരുന്നത്. ചുമ്മാ ജോളിയായിട്ട് ചീട്ട് കളിക്കുന്നു എന്ന് തന്നെ ഇരിക്കുന്നു. എൻ്റെ അമ്മയാണെങ്കിൽ എങ്കമ്മ ഷൂട്ടിങ് പോയിരിക്കുക. ആമാ ഊട്ടിയിൽ എന്നാ ഷൂട്ടിങ്, ഊട്ടിയിൽ പാട്ട് സിനിമ അതുക്കാക വന്നിരിക്കുക. എന്തെല്ലാം കള്ളം പറഞ്ഞു എന്നറിയാം. എന്നിട്ട് അവിടെ ഇരുന്ന് അപ്പോൾ ചാപ്പാട് കഴിക്കണ്ടേ, പ്രൊഡക്ഷൻ വന്നിട്ടില്ല. ചാപ്പാട്, ഇത് ഒരു വീട്, ഹോട്ടൽ പോലെ റൂമില്ല, ഒരു ഫ്ലാറ്റിൻ്റെ ഒരു വീട്ടിലാണ് നമ്മൾ മുകളിൽ താമസിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാ എന്തൊക്കെ വേണമെന്ന് പറയും, മലക്കറികളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, ഞാനും പ്രിയനും കൂടെ പോയി വാങ്ങിച്ചുകൊണ്ട് വരാം, നിങ്ങളെല്ലാവരും ഉണ്ടാക്കും. ബാബി, ഞാൻ, ലിസി എല്ലാവരും കൂടെ ഓംലെറ്റ് അവൾ ഉണ്ടാക്കുന്നു, ഞാൻ മലക്കറി അറിഞ്ഞു. മമ്മൂക്കയുടെ വൈഫ് അവരെല്ലാരും കൂടെ ഇങ്ങനെ ബാബി എല്ലാം ഉണ്ടാക്കി 3 ദിവസം വെറുതെ അവിടെ ഇരുന്ന്. പിന്നെ പറഞ്ഞ എല്ലാരും ബാക്ക് ടു ട്രിവാൻഡ്രം. പ്രൊഡ്യൂസർ അപ്പോൾ അവിടെ കാണത്തില്ലേ? ഇതാണ് പ്രൊഡ്യൂസർ തന്നെ, സുരേഷ് കുമാറാണ് പ്രൊഡ്യൂസർ. അത് 3 ദിവസം എന്തിനാണ്. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് വന്നപ്പോ സുരേഷ് ഏട്ടൻ പറയാം, എടാ ഊട്ടി പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് പാട്ട് എടുത്തേക്കണെന്ന് പറയും. അങ്ങനെയാണ് കിളിയേവാ ഞാനും മമ്മൂക്ക ശങ്കരേട്ടനൊക്കെ ഉള്ള പാട്ട് ചിത്രാഞ്ജലിയിൽ മുകളിൽ അവിടെ എടുത്തത്. ഊട്ടി പോലെ തോന്നിപ്പിക്കാൻ.